So today we are going to discuss about the MOSFET amplifier with the active load. So before starting, we should know what is an active load and what is the use of active load in amplifier circuits. So first of all, we will see what is an active load and why it is commonly used in amplifier circuits. So active loads are commonly used in integrated circuits where size and power consumption is a major concern. അതായത് ഈ ആക്റ്റീവ് ലോഡ്സ് എന്ന് പറയുന്നത് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഐ സി സർക്യൂട്ട്സിലാണ് ഈ ആക്റ്റീവ് ലോഡ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വേർ ദ സൈസ് ആൻഡ് പവർ കൺസംഷൻ ആർ മേജർ കൺസേൺ. സൈസും പവർ കൺസംഷനും ഒരു മേജർ കൺസേൺ ആയി ഇരിക്കുന്ന ഐ സികളിലാണ് മെയിൻ ആയിട്ട് ഈ ആക്റ്റീവ് ലോഡ്സിന്റെ ഉപയോഗം വരുന്നത്. Active components or active devices like MOSFET or MOSFET circuits are used as active loads. Commonly, we will be using active components or active devices like MOSFET or MOSFET circuits as active load. So, active load എന്ന് പറഞ്ഞാൽ എന്താ? MOSFET or MOSFET circuits. Okay? അതായത് active components or active devices like MOSFET or MOSFET circuits are used as active loads. It is used to reduce space and power consumption. Already നമ്മൾ പറഞ്ഞു ഐ സി സർക്യൂട്ട്സിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം വരുന്നത് വേർ പവർ കൺസംഷൻ ആൻഡ് സ്പേസ് ഈസ് എ മേജർ കൺസേൺ. ഓക്കെ, സോ അപ്പോൾ ഈ ആക്റ്റീവ് ലോഡ്സ് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് റെഡ്യൂസ് സ്പേസ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് റെഡ്യൂസ് പവർ കൺസംഷൻ ആൻഡ് ഓൾസോ the gain should be high in case of amplifier, and also it should be increasing the gain also. Okay, so ഇതാണ് നമ്മുടെ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ സർക്യൂട്ട്. ഒരു സിംപ്ലിഫൈഡ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ, ഡ്രെയിൻ റെസിസ്റ്റർ ഇവിടെ കാണാം. ആർ ഡി എന്ന് പറയുന്ന പാസീവ് ഡ്രെയിൻ റെസിസ്റ്റർ. അപ്പോൾ ഒരു ഐ സിയുടെ കേസിൽ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ സൈസ് കൂടുതലായിട്ട് എടുക്കും. സോ ദാറ്റ് റെസിസ്റ്റർ, പാസീവ് റെസിസ്റ്റർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ യൂസിങ് എ മോസ്ഫെറ്റ് സർക്യൂട്ട് വിച്ച് വിൽ ആക്ട് ആസ് ആൻ ആക്റ്റീവ് ലോഡ്. ഈ ഒരു റെസിസ്റ്റർ എന്താ, സൈസ് കൂടുതൽ എടുക്കും. വലിയൊരു സൈസ് റിക്വയർമെന്റ് വേണം ഈ റെസിസ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു റെസിസ്റ്ററിനെ നമ്മൾ ഒരു ആക്റ്റീവ് ഡിവൈസ് ആയ മോസ്ഫെറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ ദാറ്റ് പവർ കൺസംഷനും കുറവായിരിക്കും. അതുപോലെ സൈസ് മീൻസ് ഒരു റെസിസ്റ്റർ വെക്കുന്ന അത്ര ഒരു സൈസ് ആവശ്യമില്ല ഒരു മോസ്ഫെറ്റ് വെക്കുന്ന സമയത്ത്. ഓക്കെ, സോ ആക്റ്റീവ് കോമ്പണൻസ് ഓർ ആക്റ്റീവ് ഡിവൈസസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് അതർ ഡിവൈസസ്. അതായത് ആക്റ്റീവ് കോമ്പണൻസ് ഓർ ആക്റ്റീവ് ഡിവൈസസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ് ഡിവൈസസ് ലൈക്ക് എ റെസിസ്റ്റർ ഈസ് കോൾഡ് ആസ് ആക്റ്റീവ് ലോഡ്. Okay, so here in this figure you can see the resistor RD, drain resistor RD is replaced by an active load which is a MOSFET circuit. Okay, now so I told this is a simplified common source amplifier circuit. For a common source amplifier circuit, the voltage gain means AV which will be equal to minus GM into R0 പാരലൽ ആർ ഡി. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്ക് നോക്കാം. അതായത് ഞാൻ ആദ്യം ഒരു സിംപ്ലിഫൈഡ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഗേറ്റ് ടെർമിനലിൽ ഒരു എ സി ഇൻപുട്ട് വോൾട്ടേജ് വി ഐ, ദെൻ ഒരു ഡി സി സപ്ലൈ വി ഡി സി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ഓക്കെ, നൗ source terminal is grounded. Okay, in drain terminal one resistor is there, RD. Okay, this is the RD resistor and VDD is connected in the drain terminal. So this is drain, this is gate and this is source. So ഇതിന്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് എങ്ങനെയാണ് നടത്തുക? ഫസ്റ്റ് ഇതിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കണം അല്ലേ? എ സി ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരക്കുകയാണ്. ഓക്കെ, എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? എവിടെയൊക്കെ ഡി സി സോഴ്സ് ഉണ്ടോ
ആ ഡി സി സോഴ്സിനൊക്കെ ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ എന്താ, ഇവിടെ ഗേറ്റ് ടെർമിനലിൽ ഒരു ഡി സി സോഴ്സ് ഉണ്ട്, അതുപോലെ ഡ്രെയിൻ ടെർമിനലിൽ ഒരു ഡി സി സോഴ്സ് ഉണ്ട്. സോ ഈ ഡി സി സോഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. സോ എ സി ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരും? ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാണ്. ഓക്കെ, സോ ഇവിടെ സോഴ്സ് ടെർമിനൽ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഓൺലി. ഓക്കെ, നൗ ഇൻ ഗേറ്റ് ടെർമിനൽ ഇൻപുട്ട് എ സി വോൾട്ടേജ് വി ഐ വിൽ ബി ദർ. ഇവിടെ എന്താ, ഒരു ഡി സി വോൾട്ടേജ് ഉണ്ട്, അതിനെന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ആൻഡ് ഇൻ ഡ്രെയിൻ ടെർമിനൽ വൺ റെസിസ്റ്റർ ഇസ് ദർ, ആർ ഡി. അതുപോലെ ഈ വി ഡി ഡിയും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ ഡ്രെയിൻ ടെർമിനലിലും നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, this is RD. Okay, this is drain, this is gate, and this is source. So this is the AC equivalent circuit of this simplified common source amplifier. So ഇതിൽ നിന്ന് നമ്മൾ എന്ത് വരക്കണം, ഇതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരക്കുന്ന സമയത്ത് എന്താ, ഇനീഷ്യൽ സ്റ്റേജിൽ എന്താ, ഒരു ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഇസ് ദർ, ഓക്കെ, വി ഐ. ദെൻ നമ്മുടെ മോസ്ഫെറ്റ് ആണ് വരുന്നത്. അപ്പം മോസ്ഫെറ്റ് വരുമ്പോൾ അവിടെ അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ വരക്കണം. ഓക്കെ, മോസ്ഫെറ്റിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരക്കുമ്പോൾ ഇതെന്താ, ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ആണ്, ഗേറ്റ് സോഴ്സ് ടെർമിനൽ ഓപ്പൺ ആണ്, അവിടെയുള്ള വോൾട്ടേജ് വിൽ ബി വി ജി എസ്. ദെൻ ഡ്രെയിൻ സോഴ്സ് ടെർമിനലിന് അക്രോസ് എന്താ, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ആ കറണ്ട് സോഴ്സ് വിൽ ബി ഈക്വൽ ടു ജി എം ഇൻറ്റു വി ജി എസ്. ഓക്കെ, ദെൻ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിൻ്റെ പേരാണ് R0. ഓക്കെ, പിന്നെ അതുകൂടാതെ എന്താ, നമ്മുടെ ഇവിടെയുള്ള ഡ്രെയിനിലുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഡ്രെയിനിലുള്ള റെസിസ്റ്റൻസ് കൂടി ഞാൻ അവിടെ വരക്കുകയാണ്, ദാറ്റ് ഈസ് RD. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട്. ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് V0. ഓക്കെ, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് V0. സോ ഇതാണ് നമ്മൾ അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഇസ് ഈക്വൽ ടു വി ജി എസ് ആണ്. കാരണം എന്താ, വി ഐ ഇസ് ഈക്വൽ ടു വി ജി എസ് ആണ്. ഓക്കെ, വി ഐ തന്നെയാണ് ഇവിടെയുള്ള വി ജി എസ്. നൗ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ ഡി ആണ് നമ്മുടെ ടോട്ടൽ കറണ്ട്. സോ ഇറ്റ് വിൽ ബി മൈനസ് ഐ ഡി, അതായത് ഇവിടെ കറണ്ട് ഡയറക്ഷൻ വരുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ മൈനസ് ഐ ഡി ഇൻറ്റു ഇവിടെയുള്ള ആർ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ആർ ഇക്വലന്റ് മീൻസ് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മൈനസ് ജി എം ഇൻറ്റു വി ജി എസ് ആണ്, ഇൻറ്റു ആർ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, R0 പാരലൽ ആർ ഡി ആണ്. R0 പാരലൽ ആർ ഡി ആണ്. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ എ വി എന്ന് പറഞ്ഞാൽ V0 ബൈ വി ഐ ആണ്. സോ V0 ഓൾറെഡി നമുക്കറിയാം, മൈനസ് ജി എം ഇൻറ്റു വി ജി എസ്, R0 പാരലൽ ആർ ഡി ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ വി ഐ എന്ന് പറഞ്ഞാൽ വി ജി എസ് ആണ്. ഓക്കെ, വി ജി എസ് ക്യാൻസൽ ആയി. സോ വിൽ ബി ഗെറ്റിംഗ് എ വി വിൽ ബി ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ RD, R0 parallel RD, where RD, capital RD is the drain resistance and small r0 is the channel length modulation resistance of the MOSFET. Okay, so like that we will be getting AV, which will be equal to minus GM into R0 parallel RD. സോ ഈ ഒരു കേസിൽ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ, ഈ റെസിസ്റ്റൻസ് സ്മോൾ R0 എന്ന് പറഞ്ഞാൽ ചാനൽ ലെങ്ത് മോഡുലേഷൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ലാംഡ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് R0 ഈക്വൽ ടു 0. ഈ സ്മോൾ R0 വിൽ ബി ഈക്വൽ ടു 0. സോ എ വി വിൽ ബി ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു ആർ ഡി, എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മളിവിടെ ഒരു റെസിസ്റ്റർ വെക്കുന്ന കേസിൽ വിൽ ബി ഗെറ്റിംഗ് ഗെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു ആർ ഡി. ഈ ഒരു കേസിൽ എന്താ, നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല.
സോ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെയുള്ള ഗെയിൻ കൂട്ടണമെങ്കിൽ രണ്ട് വഴിയാണുള്ളത്. സോ ഹിയർ ടു ഇൻക്രീസ് ഗെയിൻ എന്തൊക്കെയാണ് ആ വഴികൾ? ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ആർ ഡി. ആർ ഡി എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ആർ ഡി എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ് കൂട്ടുക. ഓക്കെ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇൻക്രീസ് ജി എം. ജി എം എന്ന് പറയുന്ന ട്രാൻസ് കണ്ടക്റ്റൻസ് കൂട്ടുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് ഇവിടെയുള്ളത് ടു ഇൻക്രീസ് ദ ഗെയിൻ. ഫസ്റ്റ് വൺ ഈസ് ടു ഇൻക്രീസ് ആർ ഡി ഡ്രെയിൻ റെസിസ്റ്റൻസ് കൂട്ടുക, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു ഇൻക്രീസ് ജി എം ട്രാൻസ് കണ്ടക്റ്റൻസ് കൂട്ടുക. ഓക്കെ. സോ ഫസ്റ്റ് കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ആർ ഡി. ഈ ഡ്രെയിൻ റെസിസ്റ്റർ ആർ ഡി എന്ന് പറയുന്ന വാല്യൂ കൂട്ടുക. സോ ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി എന്ന് പറയുന്നതിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഈ ദ വോൾട്ടേജ് അക്രോസ് ആർ ഡി വിൽ ബി ഇൻക്രീസ്. അതായത് ഈ ഒരു റെസിസ്റ്ററിന്റെ ഡ്രോപ്പ് കൂടും. ഈ റെസിസ്റ്ററിന്റെ ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഈ ഡ്രെയിൻ ടെർമിനൽ ഉണ്ടല്ലോ, ഈ ഡ്രെയിൻ ടെർമിനലിലുള്ള വോൾട്ടേജ് കുറയും. ഡ്രെയിൻ ടെർമിനലിലുള്ള വോൾട്ടേജ് കുറയും. സോ increasing RD is not a appropriate method to increase gain. So gain കൂട്ടാനുള്ള ഒരു appropriate method അല്ല increasing the value of RD. So another, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു മെത്തേഡ് increasing the value of RD ആണ്. And the other method to increase the value of GM. GM എന്ന് പറയുന്ന ട്രാൻസ് കണ്ടക്റ്റൻസിന്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് അതർ മെത്തേഡ്. സോ നമുക്കറിയാം സാച്ചുറേഷൻ റീജിയന്റെ കേസിൽ ദ ഇക്വേഷൻ ഓഫ് ഐ ഡി ഇസ് ഈക്വൽ ടു 1/2 mu n cox W by L VGS minus VT whole square. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇൻ സാച്ചുറേഷൻ റീജിയൻ the equation for drain current ID is equal to 1/2 mu n cox W by L VGS minus VT whole square. Okay. And GM എന്ന് പറയുന്ന ട്രാൻസ് കണ്ടക്റ്റൻസ് എന്താണ് ആക്ച്വലി? അതായത് നമ്മൾ ഇതിൻ്റെ ക്യാര വരക്കുന്ന സമയത്ത് ദിസ് ഈസ് ID ആൻഡ് ദിസ് ഈസ് VGS. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താ? ദിസ് വിൽ ബി ദ ചേഞ്ച് ഇൻ ID ആൻഡ് ചേഞ്ച് ഇൻ VGS. ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ ID ആൻഡ് ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ VGS. So the transconductance which is equal to change in ID delta ID divided by delta VGS ആയിരിക്കും. delta ID divided by delta VGS ആയിരിക്കും. Okay. So അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെന്റഡ് ബൈ ഡോ ID divided by ഡോ VGS. ഡോ ID divided by ഡോ VGS എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഓൾറെഡി നമുക്ക് ഐഡിയുടെ ഇക്വേഷൻ ഇവിടെ അറിയാം. സോ ആ ഐഡിയുടെ ഇക്വേഷനെ നമ്മൾ ഡോ ID ഡിവൈഡഡ് ബൈ ഡോ VGS ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡോ ബൈ ഡോ VGS വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VGS വെച്ചാണ്, വിത്ത് റെസ്പെക്ട് ടു VGS ആണ്. സോ ദാറ്റ് ഇക്വേഷൻ വിൽ ബി 1/2 mu n cox W by L. ഇതെന്താ? കോൺസ്റ്റന്റ് ടേം ആണ്. 1/2 mu n cox W by L. ദെൻ VGS മൈനസ് VT നെ നമ്മൾ VGS വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 times VGS minus VT എന്ന് നമുക്ക് കിട്ടും. സോ ഈ ഒരു ടൂം ക്യാൻസൽ ആയി പോകും. സോ വിൽ ബി ഗെറ്റിംഗ് GM will be equal to mu n cox W by L VGS minus VT. Okay. mu n cox W by L VGS minus VT. This is equation number 2. So നമുക്ക് എന്താ? GM ഒരു ഇക്വേഷൻ കിട്ടി, which is equal to mu n cox W by L VGS minus VT. This is equation number 2. And നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് VGS മൈനസ് VT എങ്ങനെ എഴുതാം? VGS മൈനസ് VT വിൽ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2ID ഡിവൈഡഡ് ബൈ mu n cox W by L. ഓക്കെ. റൂട്ട് ഓഫ്, ഇവിടെ എന്താ സ്ക്വയർ ആയിരുന്നു, അപ്പോൾ അതെന്താ VGS മൈനസ് VT ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്താ? റൂട്ട് ഓഫ് 2ID ഡിവൈഡഡ് ബൈ mu n cox W by L എന്ന് കിട്ടും. സോ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. VGS മൈനസ് VT is equal to റൂട്ട് ഓഫ് 2ID ഡിവൈഡഡ് ബൈ mu n cox W by L. ഓക്കെ. സോ ഓൾറെഡി നമുക്കറിയാം GM
which is equal to, from equation number 2 ൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് Gm is equal to mu n cox W by L into VGS minus VT. So ഈ VGS minus VT ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? mu n cox W by L, ഈ VGS minus VT ക്ക് പകരം square root of 2ID divided by mu n cox W by L. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് Gm is equal to square root of 2ID mu n cox W by L എന്ന് നമുക്ക് കിട്ടും. This is equation number 3. This is another equation for Gm. Gm is equal to square root of 2ID mu n cox W by L. So from 1 we are getting ID is equal to 1 by 2 unde 1 by 2 mu n cox W by L VGS minus VT whole square, and from 2 Gm equal to mu n cox W by L VGS minus VT. Okay. So ഇവിടെ നമ്മൾ equation number 2 divided by 1 ചെയ്യുകയാണെങ്കിൽ equation number 2 divided by 1 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Gm by ID which is equal to 2 divided by VGS minus VT. അതായത് mu n cox W by L cancel ചെയ്തു പോകും, ഒരു VGS minus VT കട്ട് ചെയ്തു പോകും. So Gm by ID which is equal to 2 divided by VGS minus VT എന്ന് കിട്ടും. ഇതിൽ നിന്ന് Gm ന്റെ അടുത്തൊരു ഇക്വേഷൻ Gm is equal to 2ID divided by VGS minus VT. ഈ Gm ന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. പ്രോബ്ലംസിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുണ്ടാവും. സോ Gm is equal to 2ID divided by VGS minus VT. സോ നമുക്ക് ഓൾറെഡി 3 ഇക്വേഷൻ കിട്ടി. Gm ന് 3 ഇക്വേഷൻ കിട്ടി. Gm is equal to mu n cox W by L VGS minus VT. Gm equal to square root of 2ID mu n cox W by L. Gm is equal to 2ID divided by VGS minus VT. സോ നമ്മൾ പറഞ്ഞു ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ കേസിൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ആർ ഡി. ആർ ഡി വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ആർ ഡിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ആ സമയത്ത് ഡ്രെയിനിലേക്കുള്ള വോൾട്ടേജ് കുറയും. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് മെത്തേഡ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് Gm. സോ Gm ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ? ഐ ഡി ഇവിടെ ഇൻക്രീസ് ചെയ്യണം. നമുക്കറിയാം Gm is equal to 2ID divided by VGS minus VT, അല്ലെങ്കിൽ Gm is equal to square root of 2ID mu n cox W by L. സോ ഐ ഡി കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്താ? ഇവിടെ Gm കൂട്ടാൻ പറ്റും. പക്ഷേ ഐ ഡി കൂട്ടുന്ന സമയത്ത് എന്താ? ഇവിടെയുള്ള പവർ ഡിസിപ്പേഷൻ കൂടും. സോ ഓൾസോ ഐ ഡി കൂട്ടുന്ന സമയത്തും എന്താ? ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ഈ ആർ ഡിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടും, വിച്ച് വിൽ റെഡ്യൂസ് ദ ഡ്രെയിൻ വോൾട്ടേജ്. ഡ്രെയിൻ വോൾട്ടേജ് കുറക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഐ ഡി ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഡ്രെയിൻ വോൾട്ടേജും കുറയും. സോ increasing the value of ID, that is also not a suitable option. Another method is to increase the W by L ratio. നമ്മൾ ഈ W by L ratio കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? Gm കൂടും. ഓക്കെ, W by L ratio കൂട്ടിക്കഴിഞ്ഞാൽ Gm കൂടും. പക്ഷേ W by L ratio കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സൈസ്, IC യുടെ സൈസ് എന്താവും? കൂടും. സോ ഇറ്റ് വിൽ കൺസ്യൂം മോർ സ്പേസ്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ suitable option. So the one way is to replace that resistor. RD എന്ന് പറയുന്ന റെസിസ്റ്റർ, RD എന്ന് പറയുന്ന ആ റെസിസ്റ്ററിനെ നമുക്ക് ഒരു കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ, അതായത് ഒരു ആക്റ്റീവ് ലോഡ് വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്താ? ഇവിടെയുള്ള ഗെയിന് നമുക്ക് ഇൻക്രീസ് ചെയ്യാം വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സ്പേസ് ആൻഡ് പവർ കൺസംഷൻ. പവർ കൺസംഷനെയും അതുപോലെ സ്പേസും റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും when we are replacing the passive resistor by using a current source which will act as an active load. So in the next class we will be discussing how a MOSFET amplifier act as a active load with current source. With this I am concluding today's lecture. Thank you.